അങ്ങനെ മാർക്ക് കണ്ടു, ഒരു രക്ഷയില്ല, കിണ്ണം പടം. എന്തൊക്കെയല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത്, എന്തൊക്കെയല്ലോ നമ്മൾ ആഗ്രഹിച്ചത്, അത് ഫുള്ളി 100% സാറ്റിസ്ഫാക്ഷനോടെ തിരിച്ചു നൽകിയ സിനിമ തന്നെയാണ്. പക്കാ വയലൻസ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സിനിമയ്ക്ക് കയറിയത്. അത് ഫുള്ളി കാണിച്ചോ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, എസ്പെഷ്യലി സിനിമേൻ്റെ സെക്കൻഡ് ഹാഫിലൊക്കെ എല്ലാം വരുമ്പോൾ. സോ പടത്തിനെ പറ്റി എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. വയലൻസ് ആദ്യം പറഞ്ഞേക്കാം, പക്ക ബ്രൂട്ടൽ ആൻഡ് വയലൻസ് ആയിട്ടുള്ള കുറേ സീക്വൻസ് ഉണ്ട് ഈ സിനിമയിൽ. സോ അതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല, A സർട്ടിഫിക്കറ്റ് കിട്ടി തന്നെയാണ്. സോ 18 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ സിനിമ കാണാൻ പറ്റൂ. ചില സീക്വൻസ് എല്ലാം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 18 വയസ്സുള്ള ആൾക്കാർക്ക് തന്നെ കാണാൻ പറ്റുമോ അറിയില്ല. കുറേ ലോല ഹൃദയമെല്ലാം ഉണ്ട്, അവർക്കെല്ലാം ഈ സിനിമ പറ്റുവാണെന്ന് അറിയില്ല. അങ്ങനത്തെ നല്ല പ്രെഡിക്റ്റബിൾ ചെയ്യാത്ത നല്ല ബ്രൂട്ടലായിട്ടുള്ള സീക്വൻസ് എല്ലാം ഉണ്ടായിരുന്നു. സോ നമ്മളിപ്പം ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സെൻസർ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നിരുന്നു. അതിൻ്റെ തന്നെ കുറേ കാര്യങ്ങളിലും പറയുന്നുണ്ടായിരുന്നു. ആ സാധനമെല്ലാം ഈ സിനിമയിൽ കാണാനും പറ്റുന്നുണ്ട്. അതെല്ലാം ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള രംഗം തന്നെയാണ്. സോ ഈ പടത്തിനെ പറ്റി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മൊത്തം വയലൻസിൽ മാത്രമല്ല ഇവർ പിടിച്ചിട്ടുള്ളത്, മൊത്തം ഒരു സ്റ്റൈലിഷ് പാക്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിമും കൂടിയാണ് ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ അടുത്തിറങ്ങിയതോ അല്ലെങ്കിൽ മുമ്പത്തെ മലയാള സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇമ്മാരി ആക്ഷൻ ചെയ്ത ഒരു മലയാള സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറയാലോ, അത്രയ്ക്ക് കിണ്ണം കാച്ചിയെല്ലാം പറയില്ല. ജോൺ വിക്ക് മൂഡിലും ചില സമയം പോകുന്നുണ്ട്. ഒരു സ്റ്റെയർ കേസിലെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോൾ. അതൊക്കെ മേക്ക് ചെയ്ത വെച്ച രീതി നിങ്ങൾ കാണണം, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പടപടേനെ സ്ക്രീൻ പ്ലേ ഇങ്ങനെ പറക്കുവാണ്. അതിപ്പോൾ ഒരു കിണ്ണം കാച്ചി ബീജമും എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു ഒരു സ്റ്റെയർ കേസിലെ സംഭവം. നിങ്ങൾ കാണാം, മലയാളത്തിൽ ഒരു സിനിമയിൽ അമ്മാതിരി സീക്വൻസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ നോക്കിയാൽ ഇത് തന്നെ ബ്രൂട്ടൽ പരിപാടിയാണ്. അത് അതേ പറഞ്ഞേക്കാം. ഫസ്റ്റ് ഹാഫിലേക്ക് വന്നതിനൊരു കഥ പറച്ചിലാണ്, ആ ഒരു കഥയിലേക്കുള്ളൊരു കുറച്ച് നീക്കമുണ്ട്. സോ കുറച്ച് ചെറിയ ലാഗും കാര്യങ്ങളെല്ലാം തോന്നും, എന്നാലും ബോറടിക്കോ അങ്ങനെയൊന്നുമില്ല. ബട്ട് എന്താ പറയുക, അതിനകത്ത് ഇമോഷണൽ ആക്കിയിട്ട് ഫസ്റ്റ് ഹാഫിലെല്ലാം കുറച്ച് കാര്യങ്ങൾ കാണിക്കണേ, നമ്മളെ തീരെ കണക്ട് ആക്കുന്നില്ല. സോ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് എന്നേ പറയും. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഗംഭീര സെക്കൻഡ് ഹാഫ് തന്നെയാണ്. ഇപ്പോൾ 5 എത്ര കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ 4.5 തന്നെ കൊടുക്കും. അത്ര ഗംഭീര സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേണമെങ്കിൽ ഒന്നും കൂടി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ട്. സോ മാർക്കോ ഈസ് എ പക്ക വയലൻറ്റ് മൂവി. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കില്ല് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അത്രയും ഭയങ്കര ഇന്ത്യയിലത്തിൻ്റെ ഭയങ്കര വയലൻസ് ഉള്ള സിനിമയാണ് തന്നെ പറഞ്ഞത്. പക്ഷേ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ കില്ലിൻ്റെ ഒപ്പം തന്നെ കോമ്പറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളുണ്ട്. ഇപ്പം കുറേ A സർട്ടിഫിക്കറ്റ് ഇറങ്ങിയ കുറേ സിനിമകളുണ്ട്. ആനിമലിന് വേറെ പാടുണ്ട് രൺബീർ കപൂറിൻ്റെ. അതിനകത്ത് A സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ഒരു കാര്യമില്ല. ക്ലൈമാക്സ് പോർഷൻ ഒരു സീനിന് വേണ്ടിയിട്ട് മാത്രം ഒരു A സർട്ടിഫിക്കറ്റ് കൊടുത്തു തന്നെ. സോ ഈ വെറുതെ ഒരു A സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന വെറുതെ സിനിമകളെ ഇടയ്ക്ക് ഈ സിനിമ ഒരിക്കലും പെടില്ല. ഈ സിനിമ പക്ക A സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള എല്ലാ കാര്യവും ഈ സിനിമ തന്നെ ഉണ്ട്. അതിൻ്റെ ഡയറക്ടർ രാമചന്ദ്ര ബോസാൻകോല എടുത്ത ഡയറക്ടറാണ്. ആ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും കിണ്ണം കാച്ചി സാധനം വരിക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമില്ല. ആക്ഷൻ പാക്ഡ് മൂവിയിൽ ഇഷ്ടമാണോ തീർച്ചയായും പോയി കണ്ടോ, അമ്മാരി ലെവലാണ്. ഉണ്ണിമുകുന്ദൻ്റെ കരിയർ ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ സാധനവും കാണുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ്റെ നല്ല കിടിലം പോലെ യൂസ് ചെയ്യുന്നുണ്ട്. മൂപ്പരായ സ്റ്റൈലിഷ് സ്വാഗ് പരിപാടിയെല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ കാര്യം പറയുമ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിലുള്ള കാര്യം പറയണം. വില്ലൻ എന്ന് പറഞ്ഞാൽ ജഗദീഷ് ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. മൂപ്പരായ ലുക്ക്, മൂപ്പര ഒരു മാനറിസം ഉണ്ട്, ഒരു ഇൻട്രോ ഒക്കെ ഉണ്ട്, മൂപ്പർക്ക് കൊടുത്തത് BGM എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു ജഗദീഷ്. പക്ഷേ ജഗദീഷിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ജഗദീഷിനെ കുറച്ചും കൂടി പരിപാടി ചെയ്യിപ്പിക്കണമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യിപ്പിക്കാണ്ട് മൂപ്പരന്ന് സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. സോ മൂപ്പരെ കൊണ്ട് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള സാധനം ചെയ്യിപ്പിക്കാനും എനിക്കൊരു പേഴ്സണലി തോന്നി. സോ അതല്ലാണ്ട് തന്നെ മൂപ്പരെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആക്കി എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ 2 കൂട്ടം ആൾക്കാരുണ്ട്. ഒരു കബീർ സിംഗ് എന്നൊരു ആക്ടർ ഉണ്ടായിരുന്നു. സോ മൂപ്പരെ ടെർബോ എന്ന് പറഞ്ഞ സിനിമയിലെ കണ്ടേനും മൂപ്പരെ മുമ്പേ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് മൂപ്പരെ യൂട്ടിലൈസ് ചെയ്ത് വിടാൻ കാണണം മോനെ. സെക്കൻഡ് ഹാഫിലൊക്കെ ഗംഭീര സാധനമായിരുന്നു. ഇതിനകത്തുള്ള വില്ലനൊക്കെ അടിപൊളിയാണ്. ചില സമയം ഉണ്ണിമുകുന്ദനെക്കാട്ടും വേറെ ലെവലായിട്ട് വില്ലന്മാർ പോകുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലഡ് പാത്തും കാര്യങ്ങളും കുറവാണ് സെക്കൻഡ് ഹാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സെക്കൻഡ് ഹാഫ് തൊട്ടിട്ടാണ് ഒരു ബ്ലഡ് പാത്ത് അമ്മാര് ഭയങ്കര ബ്രൂട്ടായിട്ടുള്ള പരിപാടി തുടങ്ങുന്നത്. ഈ സിനിമയിലെ BGM എന്ന് പറഞ്ഞ സാധനം അതൊരിക്കലും നിർത്തിയിട്ടില്ല. ഈ സിനിമ തുടങ്ങിയിട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഒരു എൻട്രി ഉണ്ട്, കിണ്ണ എൻട്രി, ഒരു ഡാർക്ക് എൻട്രി ആണ്, എന്നാലും നൈസായിട്ട് ആ എൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു എൻട്രി തൊട്ടിട്ട് ഈ BGM തുടങ്ങുന്നത്. പിന്നെ ഈ BGM എടുത്ത് നമ്മൾ കാണുന്നേ ഇല്ല. എപ്പോൾ ഉണ്ണിമുകുന്ദൻ സ്ക്രീനിലുണ്ടോ അപ്പോൾ ഈ BGM ഉണ്ടാവും. അതുമാത്രമല്ല ഈ വില്ലന്മാർക്ക് കൊടുത്ത BGM ഈ ഒരു വെറുതെ ഒരു സ്റ്റില്ലായിട്ടുള്ള ചില സെക്കൻഡ്സ് ഒക്കെ ഉണ്ട്, അതിനിടയ്ക്ക് ഈ ഒരു BGM ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അടിപൊളി BGM. ജഗദീഷെല്ലാം കൊടുത്ത BGM ഒക്കെ രക്ഷയില്ല. സോ ഇതിനകത്ത് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരിക്കലും നിൽക്കുന്നില്ല. അത് നമ്മളെ തരിപ്പിച്ച് തിയേറ്റർ പൂരപ്പറമ്പാക്കാനുള്ള എല്ലാ പരിപാടിയും ഈ സിനിമ നമ്മൾ സഹായിക്കേണ്ട ഈ BGM കൊണ്ട് തന്നെ. പിന്നെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്നും ഒരു കഥയിലേക്ക് വരാനുള്ള ഒരു ലാഗും കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. പക്ഷേ ബോറടിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ക്ലൈമാക്സ് പോർഷനിൽ ഒരു ടെയിൽ എന്ത് പറഞ്ഞിട്ട് ഒരു സാധനം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ടെയിൽ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല എനിക്ക് ഫീൽ ചെയ്തു. അതൊരു നെഗറ്റീവ് ടൈൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ അത്രയും സമയം ആ ഒരു ടൈലന്റിന് വേണ്ടി കാത്തു നിറ്റ് പിന്നെ ഒരു ടൈലന്റ് ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. ആൻഡ് മാർക്കോയുടെ ടൈറ്റിൽ ട്രാക്കിൽ അടിപൊളിയാണ്. ആ ഒരു ബ്ലഡ് സോങ് വെച്ചിട്ടാണ് ഈ സംഭവം തുടങ്ങുന്നത്. അപ്പം തന്നെ തിയേറ്ററിൽ നിന്ന് ഒരു ഉഷാറാകാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ആൻഡ് ക്ലൈമാക്സ് പോർഷനിൽ ആ ഒരു എൻകറേജ് സീൻസിലെ ഒരു പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് തമിഴ്. അത് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, അത് ഫസ്റ്റേ പറയാം. അതെല്ലാം നെഗറ്റിവിറ്റി ആയിട്ട് എൻ്റെ സിനിമയെ ബാധിക്കുന്നുണ്ട്. മാർപ്പാപ്പയൊന്നും ഈ സിനിമയിൽ ഒരിടയും പോയില്ല. അതെല്ലാം എന്തിനാണ് ഉണ്ടാക്കിയാൽ എനിക്ക് അറിയില്ല. അത്രയും ഗംഭീര സാധനമായിട്ട് ബേബി ജീം പാടിയ ആ ഒരു പാട്ടുണ്ടായിട്ട്
മാർപ്പാപ്പ എവിടെയും കണ്ടിട്ടില്ല. മേ ബി എനിക്കിട്ടില്ല ആ മാർപ്പാപ്പ വെക്കായിരുന്നു. അവർ തമിഴ് പാട്ട് വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആൻഡ് ടൈലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. സോ ആ ഒരു കാര്യം എനിക്ക് നെഗറ്റിവിറ്റി ആയിട്ട് മാർക്കോണാണ് സിനിമയിൽ തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യവും നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. ലോജിക്കോ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഭയങ്കര ബ്രൂട്ടലായ വയലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസുള്ള പടം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സിനിമ എന്തായാലും കണ്ടോ. സത്യം പറഞ്ഞാൽ പ്രൗഡ് മൂവ്മെൻറ്റ്. ഞാൻ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പടം വരിക, അത് ഇത്രയും ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും വിചാരിച്ച കാര്യമില്ല. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ചില സാധനങ്ങളും പോകുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ ജോൺ വിക്ക് ലെവലിലുള്ള സാധനം പോകുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ കഥയെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ ടീച്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഒരു പക്ക റിവെഞ്ച് മൂവി തന്നെയാണ്. സോ അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. കഥയോ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. തിയേറ്ററിൽ പോവുക, എൻജോയ് ചെയ്യുക. അമ്മാരി പടം, ഒരു രക്ഷയില്ല. സോ മാർക്കോ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഗംഭീര പടം തന്നെയായിരുന്നു. എനിക്ക് ഒന്നും കൂടി കാണാനൊരു ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഒന്നും കൂടി പോകും. ചില സീക്വൻസിൽ ഒന്നും കൂടി കാണുന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് തിയേറ്ററിൽ തന്നെ. സോ കിടിലം പടം, ഒരു രക്ഷയില്ല. ഇപ്രാവശ്യം ഒരു ക്രിസ്മസ് വിന്നറായിട്ട് മാർക്കോനെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്.